ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഗുഡ് ഈവനിങ്. നമ്മളുടെ ജിയോ പൊളിറ്റിക്സിൽ ഇന്ന് ഏറ്റവും കോമ്പീറ്റ് ചെയ്യുന്ന രണ്ട് പവേഴ്സാണ് ചൈനയും അമേരിക്കയും. ഏകദേശം നമ്മൾ ഒരു സാമ്പത്തിക ശക്തികൾ എന്ന നിലയിൽ ഒന്നും രണ്ടും സ്ഥാനത്തിരിക്കുന്ന രാജ്യങ്ങളാണ്. പക്ഷേ സൈനികരമായിട്ട് ഇപ്പോഴും അമേരിക്ക മുൻപന്തിയിലാണെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ അമേരിക്കയ്ക്ക് നമ്മൾ പഴയതുപോലുള്ള കാര്യമായിട്ടുള്ള ആശങ്കകളും അല്ലെങ്കിൽ ഭീഷണികളും ഒക്കെ ചൈനയുടെ ഭാഗത്തു നിന്നുണ്ട്. അത് വെളിപ്പെടുത്തുന്ന ഒരു റിപ്പോർട്ടാണ് ഈ കഴിഞ്ഞ ദിവസം, അതായത് ഡിസംബർ 23 അമേരിക്കയുടെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഡിഫൻസ്, എന്നുവെച്ചാൽ നമ്മളുടെ പ്രതിരോധ മന്ത്രാലയം എന്ന് പറയുന്ന അതിന് തുല്യമായിട്ടുള്ള അവരുടെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഡിഫൻസ്. അവിടെ മിനിസ്ട്രി ഒന്നുമില്ല, എല്ലാം ഡിപ്പാർട്ട്മെന്റാണ്. ഡിപ്പാർട്ട്മെന്റ് ഓഫ് കൊമേഴ്സ്, ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഡിഫൻസ്, ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്റ്റേറ്റ്. അമേരിക്കയിൽ ഇങ്ങനെയൊക്കെയാണ് പറയുന്നത്. അതിൽ മിനിസ്റ്റേഴ്സ് ഉണ്ടല്ലോ, സ്റ്റേറ്റ് സെക്രട്ടറി ആണ് അതിൽ. ഡിഫൻസ് സെക്രട്ടറി, സ്റ്റേറ്റ് സെക്രട്ടറി അല്ലെങ്കിൽ കൊമേഴ്സ് സെക്രട്ടറി. അങ്ങനെ നമ്മുടെ മിനിസ്ട്രിക്ക് പകരം ഡിപ്പാർട്ട്മെന്റും അതുപോലെ തന്നെ മിനിസ്റ്റേഴ്സിന് പകരം അവിടെ സെക്രട്ടറീസും ഒക്കെയാണ്. ഓക്കെ, അതല്ല നമ്മളിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഡിസംബർ 23 അവരുടെ ഡിഫൻസ് ഡിപ്പാർട്ട്മെന്റ് അവരുടെ കോൺഗ്രസിന് സമർപ്പിച്ച ഒരു റിപ്പോർട്ട് അവരുടെ ആനുവൽ മിലിറ്ററി റിപ്പോർട്ടാണ്. സ്ട്രാറ്റജിക് പാർട്ണർഷിപ്പ്, സ്ട്രാറ്റജിക് ആയിട്ടുള്ള അവരുടെ ആനുവൽ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മളിത് ഈ ടോപ്പിക്ക് ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ അമേരിക്ക പ്രകടിപ്പിച്ചിരിക്കുന്ന ആശങ്ക, നമുക്കറിയാം ഇന്ത്യയെക്കുറിച്ചാണ് ഭയങ്കരമായിട്ട് ആശങ്ക വന്നിരിക്കുന്നത്. ഇപ്പൊ നമ്മൾ ആരെ വിശ്വസിക്കണം, ആരെ വിശ്വസിക്കേണ്ട എന്നുള്ളൊരു കൃത്യമായിട്ടുള്ളൊരു നിലപാട് ഇന്ത്യക്കുണ്ട്. കാരണം ഈ രണ്ട് രാജ്യങ്ങളെയും നമുക്ക് വിശ്വസിക്കാനും അമിതമായിട്ട് നമുക്ക് ആശ്രയിക്കാനും സാധിക്കത്തില്ല. ചൈനയെ നമ്മൾ എത്രത്തോളം ട്രസ്റ്റ് ഡെഫിസിറ്റ് ഉണ്ടോ അതുപോലെ തന്നെ നമുക്ക് അറിയാം ഇപ്പൊ അമേരിക്കയുടെ നിലപാടുകളും അമേരിക്ക ഇന്ത്യക്കെതിരെ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന നയങ്ങളും ഒക്കെ തന്നെ നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ ആ നയങ്ങളൊക്കെ അവര് തുടരുമ്പോൾ തന്നെയാണ് അമേരിക്ക ഇന്ത്യയെക്കുറിച്ച് ഇങ്ങനെ ആശങ്ക പ്രകടിപ്പിച്ചിരിക്കുന്നത്, ചൈനയുടെ കാര്യം പറഞ്ഞിട്ട്. അപ്പൊ ഈ റിപ്പോർട്ടിനകത്ത് ഇവർ പറഞ്ഞിരിക്കുന്നത് ബെയ്ജിങ് അല്ലെങ്കിൽ ചൈന, ഇന്ത്യയും ചൈനയും തമ്മിൽ അതിർത്തിയിൽ ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോളിൽ LACയിൽ ചൈന ഇന്ത്യയുമായിട്ട് ഈ പറഞ്ഞൊരു പീസ് അല്ലെങ്കിൽ സമാധാന ചർച്ചകളോ അല്ലെങ്കിൽ സമാധാനപരമായിട്ടുള്ള അന്തരീക്ഷങ്ങളൊക്കെ അവരെ ഉണ്ടാക്കിയെടുക്കുന്നത് ഇന്ത്യ അമേരിക്കയും തമ്മിലുള്ള ബന്ധത്തിന് അതിനെ ഡിസ്കറേജ് ചെയ്യാൻ വേണ്ടിയാണ് എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ഇന്ത്യയായിട്ട് കൂടുതൽ അടുക്കുന്നു എന്നുള്ളൊരു പ്രതീതി സൃഷ്ടിച്ചിട്ട് അതിൽ കൂടെ ഇന്ത്യയെ പ്രലോഭിപ്പിച്ച അമേരിക്കയും ഇന്ത്യയും തമ്മിലുള്ള ബന്ധത്തെ കൂടുതൽ നിരുത്സാഹപ്പെടുത്തുക എന്നുള്ളൊരു ലക്ഷ്യത്തോടു കൂടിയാണ് ചൈന ഇപ്പോൾ ഇന്ത്യയുമായിട്ടുള്ള ഈ ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോളിലെ പ്രശ്നങ്ങളൊക്കെ ഇപ്പം ലഘൂകരിക്കാനോ അല്ലെങ്കിൽ അതിനൊക്കെ ഒരു പരിഹാരം കാണാനോ ഒക്കെ സമാധാന ചർച്ചകളിൽ കൂടെ ഒക്കെ പരിഹാരം കാണാൻ ഇന്ത്യയുമായിട്ട് എന്നാണ് അമേരിക്കയുടെ റിപ്പോർട്ടിൽ പറയുന്നത്. അതുപോലെ തന്നെ പാകിസ്ഥാനുമായിട്ട് വളരെ ഡീപ്പായിട്ടുള്ള റിലേഷൻസ് ചൈന അല്ലെങ്കിൽ പാകിസ്ഥാനുള്ള ബന്ധം എല്ലാ രീതിയിലുള്ള സമഗ്രമായിട്ടുള്ള പ്രത്യേകിച്ച് സൈനികപരമായിട്ടുള്ള ബന്ധങ്ങൾ വർദ്ധിപ്പിച്ചു വരികയും കൂടിയാണ്. അത് സത്യമാണ്, ഇല്ലെന്ന് പറയുന്നില്ല, അത് നമുക്കറിയാവുന്നതാണ്. അതുപോലെ തന്നെ നമുക്കറിയാം ഇന്ത്യയും ചൈനയും തമ്മിലുള്ള അതിർത്തി പ്രശ്നം പ്രത്യേകിച്ച് അരുണാചലിലും വെസ്റ്റേൺ ഫ്രണ്ടിലും ഈസ്റ്റേൺ ഫ്രണ്ടിലുമാണ്. വെസ്റ്റേൺ ഫ്രണ്ട് എന്ന് പറയുമ്പോൾ ലഡാക്ക്, ഈസ്റ്റേൺ ഫ്രണ്ട് എന്ന് പറയുമ്പം നമ്മളുടെ എനിക്ക് തോന്നുന്നു അരുണാചൽ പ്രദേശൊക്കെയാണ്. അപ്പോൾ ഈ രണ്ട് വശങ്ങൾ, ഈ രണ്ട് സൈഡിലും ചൈനയുടെ പ്രശ്നങ്ങളുണ്ട്. ചൈന എൻക്രോച്ച് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ നമ്മളുടെ സ്ഥലം അവര് കൈവശപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് പല റിപ്പോർട്ടുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചൊന്നും ഇന്ത്യ ഗവൺമെന്റ് ചൈനയായിട്ട് പ്രത്യേകിച്ച് എന്താണ് പറയുന്നത് പൊതുവെ നമ്മളതൊന്നും കേൾക്കുന്നില്ല. കാരണം ഇന്ത്യയുടെ പിടിച്ചെടുത്ത സ്ഥലങ്ങൾ തിരിച്ചു തരണമെന്നോ അല്ലെങ്കിൽ പഴയ സ്റ്റാറ്റസ് കോ തൽസ്ഥിതി തുടരണമെന്നോ എന്നുള്ള രീതിയിലൊന്നും ഇന്ത്യ ചൈനയായിട്ട് ആവശ്യപ്പെട്ടതായിട്ടൊന്നും നമ്മൾ കേൾക്കുന്നില്ല. പക്ഷേ രണ്ട് പേരും നമ്മുടെ ഡോക്ലാമിലെ അല്ലെങ്കിൽ ഗാൽവാനിലെ പ്രത്യേകിച്ച് ഗാൽവാനിലെ ഇഷ്യൂസിന് ശേഷം ഇന്ത്യയുടെ 20 സൈനികരോളം മരിച്ചതാണ് റിപ്പോർട്ട്. കാരണം ഇവിടെ നമുക്ക് ഫ്രീ പ്രസ്സും ഒക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് ആ റിപ്പോർട്ട് കറക്റ്റായിട്ട് നമുക്ക് കറക്റ്റാണെന്ന് പറയാം. പക്ഷേ ചൈന പറയുന്നത് അവർക്ക് അത്രയും ആൾനാശം ഉണ്ടായില്ല. ചൈന പറഞ്ഞാൽ അവർക്ക് 4 ട്രൂപ്സിനെ മാത്രമേ അവർക്ക് നഷ്ടപ്പെട്ടുള്ളൂ. പക്ഷേ നമുക്ക് കൃത്യമായിട്ട് വിശ്വസിക്കാൻ പറ്റത്തില്ല. കാരണം ചൈന എന്ന് പറഞ്ഞാൽ അവരുടെ ഒത്തിരി സെൻസർഷിപ്പും ഒക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് അതിനെ കൃത്യമായിട്ട് നമുക്ക് അറിയുവാൻ സാധിക്കത്തില്ല. അപ്പം ഇങ്ങനെ ഈ പറഞ്ഞ ഒരു സമീപനമാണ് ചൈനയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് എന്നുള്ള റിപ്പോർട്ടാണ്. അതുതന്നെയല്ല അമേരിക്കക്കെതിരെ ശക്തമായിട്ടുള്ള
നിലപാടുകൾ എടുക്കുന്ന ഒരു രീതിയിലൊക്കെ സൈനികരുമായിട്ട്, പ്രത്യേകിച്ച് തായ്വാന്റെ കാര്യത്തിൽ. അതായത് അമേരിക്കയുടെ റിപ്പോർട്ടിൽ പറയുന്ന ചൈനയ്ക്ക് മൂന്ന് പ്രധാന ലക്ഷ്യങ്ങളാണ്. ഒന്ന്, ഇന്ത്യയിൽ നിന്നും അരുണാചൽ പ്രദേശ് പിടിച്ച് അവരുടെ സ്വന്തമാക്കുക. രണ്ട്, തായ്വാൻ അവരുടെ സ്വന്തമാക്കുക. അതുപോലെ തന്നെ സൗത്ത് ചൈന സീലും അവരുടെ ഈ പറഞ്ഞ എന്താണ് ചില തർക്ക പ്രദേശങ്ങളൊക്കെ ഉണ്ടല്ലോ പല രാജ്യങ്ങളുമായിട്ടും, ഫിലിപ്പീൻസുമായിട്ടും അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളൊക്കെ ആയിട്ടുള്ള തർക്ക പ്രദേശങ്ങളുണ്ട്, ചില ഐലൻഡ്സ് അതുപോലുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ അതെല്ലാം അവരുടെ സ്വന്തമാക്കുക. അത് സ്വന്തമാക്കണമെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ മിലിറ്ററി പവറിൽ കൂടെ മാത്രമേ അവർക്ക് സ്വന്തമാക്കാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ അതിലേക്കുള്ള ഒരു പിന്നെ അവരുടെ മിലിറ്ററിയെ കൂടുതൽ ശക്തമാക്കിക്കൊണ്ടിരിക്കുകയാണെന്നാണ് ഈ പറഞ്ഞ അമേരിക്കയുടെ ഡിഫൻസ് ഡിപ്പാർട്ട്മെന്റ് റിപ്പോർട്ടിൽ അവർ പറയുന്നത്. അതുപോലെ തന്നെ ആ ഡോക്യുമെന്റിൽ അവർ പറയുന്നത് ഇപ്പോഴും ചൈന അരുണാചൽ പ്രദേശ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഒരു കോർ ഇൻട്രസ്റ്റ് ആയിട്ടാണ്. കോർ ഇൻട്രസ്റ്റ് എന്ന് പ്രധാനപ്പെട്ട താല്പര്യങ്ങളിൽ ഒന്നാണ് ഈ പറഞ്ഞ അരുണാചൽ പ്രദേശ് എന്ന് പറയുന്നത്. എന്നുവെച്ചാൽ അരുണാചൽ പ്രദേശ് അവരുടെ ഭാഗമാണെന്നാണ് ചൈന പറയുന്നത്. ഇന്ത്യ അതായിട്ട് സമ്മതിക്കുന്നില്ല. അപ്പോൾ അവരുടെ റിപ്പോർട്ടിൽ പറഞ്ഞ ഇപ്പം ചൈന ഇന്ത്യയായിട്ട് ഈ കൂടുതൽ ഈ സമാധാന ചർച്ചകളൊക്കെ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ അതിനുവേണ്ടിയുള്ള ഈ നടപടിക്രമങ്ങളൊക്കെ എടുത്തിരിക്കുന്നത് അമേരിക്കയും ഇന്ത്യയും തമ്മിൽ വളർന്നു വരുന്ന ആ ബന്ധത്തെ കൂടുതൽ നിരുത്സാഹപ്പെടുത്തണം, അല്ലെങ്കിൽ അതിനെ ഒരു വിലങ്ങ് അതിനകത്തിൽ ആപ്പടിച്ച് കയറ്റുക എന്നുള്ള ഉദ്ദേശത്തോടെ തന്നെയാണ് എന്നാണ് അമേരിക്ക പറയുന്നത്. പക്ഷെ നമുക്കറിയാം അമേരിക്ക ഇന്ത്യ എടുത്ത്, പ്രത്യേകിച്ച് ട്രംപിന്റെ ഇപ്പോഴത്തെ നിലപാടുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയോടുള്ള ബന്ധം കൂടുതൽ വഷളാക്കുന്ന രീതിയിലേക്കുള്ള നടപടികളും നയങ്ങളുമാണ് അമേരിക്ക ഇപ്പോൾ കൈക്കൊള്ളുന്നത്. പാകിസ്ഥാനെ കൂടുതൽ സഹായിക്കുകയും പാകിസ്ഥാനെ കൂടുതൽ അവരുടെ എന്താണ് പറയുന്നത് ഇന്ത്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്നതിനെ പ്രോത്സാഹിപ്പിക്കുന്നതിന് അനുകൂലമായിട്ടുള്ള ഒരു നിലപാടാണ് അമേരിക്കയുടെയും ട്രംപിന്റെ ഭാഗത്തു നിന്ന്. അപ്പോൾ അങ്ങനെ ഒരു ട്രംപ് അഡ്മിനിസ്ട്രേഷന്റെ ഡിഫൻസ് ഡിപ്പാർട്ട്മെന്റ് ഇങ്ങനെ റിപ്പോർട്ട് നമുക്ക് എത്രത്തോളം അത് വിശ്വസനീയം, അല്ലെങ്കിൽ അമേരിക്ക നമുക്ക് ഇതിനകത്ത് പറഞ്ഞ കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിരിക്കും, പക്ഷേ ഇതിനെ നമുക്ക് അമേരിക്ക എത്രത്തോളം നമുക്ക് വിശ്വസിക്കാൻ പറ്റുമെന്നുള്ളത് നമുക്കറിയില്ല. അപ്പോൾ അമേരിക്ക പറയുന്നത് ചൈനയുടെ ഇൻഡോ പസഫിക്കിലെ വർദ്ധിച്ചു വരുന്ന ഒരു ഇൻഫ്ലുവൻസ്, സ്വാധീനം തടയുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട രാജ്യം ഇന്ത്യയാണ്. അപ്പോൾ ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ബന്ധം അതിന് ഒരു ചൈനയ്ക്ക് ഒരു പ്രതിരോധം സൃഷ്ടിക്കുന്നുണ്ട്. ഇന്ത്യയെ അമേരിക്കൻ ഓർബിറ്റിൽ നിന്നും അല്ലെങ്കിൽ അമേരിക്കയുടെ ഇൻഫ്ലുവൻസിൽ നിന്നും പിന്തിരിപ്പിക്കുക അല്ലെങ്കിൽ നിരുത്സാഹപ്പെടുത്തുക എന്നുള്ളൊരു ഗൂഢമായ ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ടാണ് ചൈന ഇങ്ങനെ ഇപ്പോൾ ഇന്ത്യയായിട്ട് ഈ ബന്ധങ്ങളൊക്കെ കൂടുതൽ മെച്ചപ്പെടുത്താൻ വേണ്ടി ആഗ്രഹിക്കുന്നതെന്നാണ് അമേരിക്കയുടെ ഡിഫൻസ് ഡിപ്പാർട്ട്മെന്റ് റിപ്പോർട്ട് പറയുന്നത്. അപ്പം നമുക്കറിയാം ഈ ഗാൽവാനിലെ വിഷയങ്ങളൊക്കെ നമുക്കറിയാം. അതിനുശേഷം രണ്ട് രാജ്യങ്ങളും തമ്മിലൊരു എന്താണ് സ്റ്റാൻഡ് സ്റ്റില്ലായിരുന്നു. അതിനുശേഷം ഇരു രാജ്യങ്ങളും തമ്മിൽ പ്രതിരോധ സൈനിക ചർച്ചകളൊക്കെ നടത്തുകയും അതിന്റെ ഫലമായിട്ട് ഇപ്പോൾ സംഘർഷമില്ലാത്തൊരവസ്ഥയൊക്കെയാണ് ഇപ്പം. അതുപോലെ തന്നെ ട്രേഡ് ടോക്സ് ഒക്കെ തുടങ്ങി ഇരു രാജ്യങ്ങളും തമ്മിൽ. എയർലൈൻ സർവീസ് ഒക്കെ ആരംഭിച്ചു. പിൽഗ്രിമേജ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അതിനൊക്കെയുള്ള വഴികൾ തുറന്നു കൊടുത്തു എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അത് ഇപ്പോഴും അങ്ങനെയൊക്കെ ആണെങ്കിൽ ഇന്ത്യക്ക് ചൈനയും ചൈനയ്ക്ക് ഇന്ത്യയും പൂർണ്ണമായിട്ട് വിശ്വാസമില്ല എന്നുള്ളത് അമേരിക്ക പറഞ്ഞില്ലെങ്കിൽ നമുക്കറിയാവുന്നൊരു കാര്യമാണ്. ചൈനയെ നമുക്ക് ഒട്ടും വിശ്വസിക്കാൻ കഴിയില്ല. അവരെന്ത് തന്നെ പറഞ്ഞു കഴിഞ്ഞാലും നമുക്കതിനെ അവർ പറയുന്ന യാതൊരു സ്റ്റേറ്റ്മെന്റോ അല്ലെങ്കിൽ ഈ അവരുടെ വാക്കുകളോ നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല എന്നുള്ളത് വളരെ കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് വേണം നമ്മൾ ചൈനയോടുള്ള സമീപനം. അത് ഇന്ത്യക്ക് നല്ല കൃത്യമായിട്ട് അറിയാം, അമേരിക്ക വരേണ്ട ആവശ്യമൊന്നുമില്ല പ്രത്യേകിച്ച് നമ്മൾ. അപ്പൊ ഇത് ശരിക്കും പറഞ്ഞാൽ ഇന്ത്യക്ക് അവരും പാകിസ്ഥാനും തമ്മിലുള്ള ബന്ധം, വർദ്ധിച്ചു വരുന്ന ബന്ധം, പാകിസ്ഥാൻ മാത്രമല്ല ബംഗ്ലാദേശും ചൈനയായിട്ടുള്ള ബന്ധങ്ങൾ, ചൈന, പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, ഇപ്പോൾ ഈ ത്രിമൂർത്തി സഖ്യം ഒരു ഇന്ത്യക്കെതിരെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ അതിനുള്ള ഒരു ആഗ്രഹം പാകിസ്ഥാന് കൂടുതലുണ്ട്. ഈ മൂന്ന് രാജ്യങ്ങളിലെയും ഒരു സഖ്യം ഇന്ത്യക്കെതിരെ ഉണ്ടാക്കുക എന്നുള്ളത്. ഈ മൂന്ന് രാജ്യങ്ങളുടെയും സഖ്യം ഇന്ത്യക്കെതിരെ ഉണ്ടാക്കുക എന്നുള്ളതിന്റെ ഫലമായിട്ടാണ് നമ്മളിപ്പോൾ ബംഗ്ലാദേശിൽ കാണുന്ന പല വിഷയങ്ങളും ഇന്ത്യയെ എങ്ങനെയും പ്രൊവോക്ക് ചെയ്ത് ഒരു കോൺഫ്ലിക്റ്റിലേക്ക് അല്ലെങ്കിൽ ഒരു യുദ്ധത്തിലേക്ക് വലിച്ചിഴയ്ക്കുക എന്നുള്ളതാണ് പാകിസ്ഥാന്റെയും ചൈനയുടെയൊക്കെ ഏറ്റവും, ചൈനയുടെ മാത്രമല്ല അമേരിക്കയുടെ ഒക്കെ തന്നെ താല്പര്യം അതാണ്. കാരണം നമ്മളെ ഒരു യുദ്ധത്തിൽ ഇപ്പൊ റഷ്യയെ കൊണ്ട് ട്രാപ്പ് ചെയ്ത പോലെ നമ്മളെ ഒരു ലോങ് വാറിലേക്ക്, അല്ലെങ്കിൽ മിനിമം ഒരു 6 മാസത്തെ കോൺഫ്ലിക്റ്റ് മാത്രം മതി ശരിക്കും പറഞ്ഞാൽ ഇന്ത്യ ഇത്രയും നേടിയെടുത്ത വളർച്ചകളെ അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള പുരോഗതിയൊക്കെ പുറമോട്ട് കൊണ്ടുവരാൻ വേണ്ടി. അപ്പൊ അതാണ് ശരിക്കും പറഞ്ഞാൽ പാകിസ്ഥാന്റെയും ചൈനയുടെയും അതുപോലെ തന്നെ അമേരിക്കയുടെയൊക്കെ ഇപ്പോഴത്തെ ആഗ്രഹം. അപ്പൊ അതിന് നമുക്ക് തീർച്ചയായിട്ടും ഇതുപോലുള്ള നെയ്ബറിങ് രാജ്യത്തെ ഇൻസ്റ്റബിലിറ്റി ഉണ്ടാക്കി ആ രാജ്യത്തെ ഇന്ത്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ
കാണിച്ച് ഇന്ത്യയെ പരമാവധി പ്രകോപിപ്പിച്ച് ഒരു യുദ്ധത്തിലേക്ക്, ഒരു കോൺഫ്ലിക്റ്റിലേക്ക് നമ്മളെ ട്രാപ്പ് ചെയ്യുക എന്നുള്ളതാണ് അവരുടെ ഏറ്റവും വലിയ താല്പര്യം. പക്ഷേ ഇന്ത്യനകത്തിൽ വളരെ കോഷ്യസ് ആയിട്ടുള്ള, എന്താണ് പറയുന്നത്, നമ്മളങ്ങനെ പെട്ടെന്ന് പ്രകോപിക്കപ്പെടുന്ന ഒരു രാജ്യമല്ല എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. അത് അത്ര പെട്ടെന്ന് സാധ്യവുമല്ല. കാരണം ഇന്ത്യ വളരെ കോഷ്യസ് ആയിട്ടുള്ള സ്റ്റെപ്പാണ് നമ്മളെ രാജ്യത്തെ സംബന്ധിക്കുന്ന ചില കാര്യങ്ങളിലൊക്കെ നമുക്ക് അതത്ര നല്ല നടപടി അല്ലെങ്കിൽ തന്നെയും, കാരണം പാകിസ്ഥാനെയൊക്കെ നമ്മൾ ഇത്രയും സഹിച്ച് അല്ലെങ്കിൽ ടോളറേറ്റ് ചെയ്ത് മുമ്പോട്ട് പോകേണ്ട കാര്യമൊന്നുമില്ലായിരുന്നു. പാകിസ്ഥാനൊക്കെ ഇന്ന് നമുക്ക് വേണമെങ്കിൽ നമ്മളുടെ സൈനിക ശക്തി ഉപയോഗിച്ച് അവരെക്കാളിലും നമുക്കൊരു കൺവെൻഷണൽ കൺവെൻഷണൽ എന്ന് പറഞ്ഞാൽ ഇപ്പം ന്യൂക്ലിയർ അല്ലാത്തൊരു വാറിൽ പാകിസ്ഥാനും ഇന്ത്യയും തമ്മിലുള്ള വാറിൽ തീർച്ചയായിട്ടും അത് അവർക്കും അറിയാം, നമുക്കും അറിയാം, എല്ലാവർക്കും അറിയാം. ഒരു 1 മന്തിന്റെ പോലും ഒരു പക്ഷേ ആവശ്യം വരത്തില്ല ഒരു പക്ഷേ പാകിസ്ഥാനെ നമുക്ക് പൂർണ്ണമായിട്ടും കോൺകർ ചെയ്യാൻ വേണ്ടി. പക്ഷെ അത് ഇന്ത്യയുടെ പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് എത്രത്തോളം അതിനെ ഇത്രയും നാൾ ഉപയോഗിക്കാതിരുന്നോ അത്രയും നമുക്ക് രാജ്യത്തിന് പല ബുദ്ധിമുട്ടുകൾ അവർ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ തീർച്ചയായിട്ടും വീണ്ടും അതിന്റെ മറ്റൊരു എന്താ പറയുക തലത്തിലേക്ക്, അത് വളരെ രൂക്ഷമായിട്ടുള്ള തലത്തിലേക്കാണ് നമുക്ക് ബംഗ്ലാദേശിലെ പ്രശ്നങ്ങളെയൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പൊ ഈ ന്യൂഡൽഹിയെ സംബന്ധിച്ച്, നമ്മുടെ ഇന്ത്യയെ സംബന്ധിച്ച് ബെയ്ജിങ്ങിന്റെ ഈ പറഞ്ഞ പാകിസ്ഥാനോടുള്ള അടുത്ത ബന്ധം വളരെ ആശങ്ക പരത്തുന്ന ഒരു കാര്യമാണ്. ചൈന എന്തൊക്കെ കാണിച്ചാലും പറഞ്ഞാലും ശരി, നമുക്ക് ആ ഒരു അവസ്ഥ അവിടെ നിലനിൽക്കുന്നുണ്ട്. നമുക്ക് ചൈനയെ വിശ്വസിക്കാൻ പറ്റത്തില്ല. പാകിസ്ഥാന്റെയും ബംഗ്ലാദേശിന്റെയും ഒക്കെ നേവൽ ഫോഴ്സിനെയൊക്കെ മോഡേണൈസ് ചെയ്യുകയും അവരുടെ കപ്പാസിറ്റിയൊക്കെ അവർ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ പാകിസ്ഥാന്റെയും ബംഗ്ലാദേശിന്റെയും ഒക്കെ ആയുധങ്ങൾ ഏറ്റവും കൂടുതൽ, പ്രത്യേകിച്ച് പാകിസ്ഥാന്റെ 80% കൂടുതൽ ആയുധങ്ങൾ നൽകുന്നതും ചൈനയാണ്. അപ്പൊ ഇതൊക്കെ ഇന്ത്യയെ സംബന്ധിച്ച് നല്ലതായിട്ട് അറിയാവുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും ചൈനയുടെ പിന്നെ നമ്മളോടുള്ള സമീപനവും വളരെ കോഷ്യസ് ആയിട്ട് തന്നെയാണ് ഇന്ത്യ അതിനെ സമീപിക്കുന്നത്. അപ്പോൾ ഈ അരുണാചൽ പ്രദേശിന്റെ കാര്യമൊക്കെ നമ്മൾ പറഞ്ഞാണ്. അതുപോലെ തന്നെ തായ്വാന്റെ കാര്യം, അതുപോലെ തന്നെ സൗത്ത് ചൈന സീയിലെ ഈ ഈ സൗത്ത് ചൈന സീയിലും അതുപോലെ തന്നെ ഈ സെൻകാക്കു ഐലൻഡ് എന്ന് പറഞ്ഞിട്ടുള്ള, അപ്പോൾ അവിടെ എല്ലാം അവർക്ക് ടെറിട്ടറിയൽ ഡിസ്പ്യൂട്ട് ഉണ്ട് മറ്റു രാജ്യങ്ങളുമായിട്ട്. വിയറ്റ്നാം, ഫിലിപ്പീൻസ്, ഇന്തോനേഷ്യ ഇതുപോലുള്ള രാജ്യങ്ങളുമായിട്ടൊക്കെ, ജപ്പാൻ, ഈ രാജ്യങ്ങളുമായിട്ടെല്ലാം ചൈന കൊമ്പ് കോർത്തിരിക്കുകയാണ്. അപ്പോൾ ഈ സൗത്ത് ചൈന സീയിലും തായ്വാന്റെ കാര്യത്തിലും അതുപോലെ തന്നെ അരുണാചൽ പ്രദേശിന്റെ കാര്യത്തിലും ഒക്കെ തന്നെ ചൈനയ്ക്ക് വളരെ കൃത്യമായിട്ടുള്ള നിലപാടുണ്ട്. അപ്പോൾ ഇതെല്ലാം അവരുടെ ഭാഗമാക്കുവാൻ വേണ്ടിയുള്ള പിന്നെ ഒരു ലോങ് ടൈം പ്ലാനിലാണ് ചൈന എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കുക. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ ഒരു ഡിഫൻസ് ഡിപ്പാർട്ട്മെന്റ് റിപ്പോർട്ട് ഉണ്ടെങ്കിലും ഇല്ലെങ്കിൽ തന്നെ ഇന്ത്യയെ സംബന്ധിച്ച് ഇതൊക്കെ കൃത്യമായിട്ട് നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. അതുപോലെ തന്നെ തായ്വാന്റെ തായ്വാനെ ചൈനയുടെ ഭാഗമാക്കുവാൻ പെന്റഗൺ റിപ്പോർട്ട് അനുസരിച്ച് 2027 മിക്കവാറും അവർ ഒരു ശ്രമം നടത്തും. അപ്പൊ അമേരിക്കയുള്ള യുദ്ധം ഉണ്ടാകുകയാണെങ്കിൽ തന്നെ അമേരിക്കയ്ക്ക് അത് പൂർണ്ണമായിട്ടും തായ്വാനെ പ്രൊട്ടക്ട് ചെയ്യാനോ അല്ലെങ്കിൽ ഈ സപ്പോർട്ട് ചെയ്യാനോ സാധിക്കും എന്നുള്ള കാര്യത്തിൽ അമേരിക്കയ്ക്ക് സംശയമുണ്ട്. കാരണം ചൈന അത്രയ്ക്ക് അവരുടെ മിലിറ്ററി കപ്പാസിറ്റി ഒക്കെ തന്നെ ബിൽഡപ്പ് ചെയ്ത് കഴിഞ്ഞു. അതുകൊണ്ട് തീർച്ചയായിട്ടും നമുക്ക് ആ ഒരു പ്രശ്നം ചൈനയ്ക്ക് അനുകൂലമായിട്ടുള്ള രീതിയിൽ ചൈനയ്ക്ക് മാറ്റിയെടുക്കാൻ കഴിയുമെന്നാണ് അമേരിക്ക പോലും അഭിപ്രായപ്പെടുന്നത്. അതുപോലെ പാകിസ്ഥാനായിട്ടുള്ള ബന്ധം ചൈനയുടെ ഇന്ത്യക്കെതിരെയുള്ള ഒരു സ്ട്രാറ്റജിക് ലിവറായിട്ടാണ് പാകിസ്ഥാനെ ഉപയോഗിക്കാൻ ചൈന ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ചൈന മാത്രമല്ല, അമേരിക്ക അങ്ങനെ തന്നെയാണല്ലോ. കാരണം ഇപ്പൊ ഈ അവർക്ക് കൂടുതൽ സഹായങ്ങൾ കൊടുക്കുകയും ഈ F-16 അപ്ഗ്രഡേഷന് വേണ്ടി കൊടുത്ത സഹായങ്ങളും അല്ലെങ്കിൽ മറ്റ് രീതിയിലുള്ള പാകിസ്ഥാന് കൊടുക്കുന്ന എല്ലാ രീതിയിലുള്ള സഹായങ്ങളും ഒക്കെ തന്നെ, പ്രത്യേകിച്ച് ട്രംപിന്റെ ഈ പറഞ്ഞ ഇന്ത്യക്ക് മുകളിൽ 50% ടാരിഫ് ഏർപ്പെടുത്തി ഇന്ത്യയുള്ള ബന്ധം വഷളാക്കി പാകിസ്ഥാനെ കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന രീതി എന്ന് പറഞ്ഞാൽ ഇന്ത്യക്കെതിരെ ഒരു സ്ട്രാറ്റജിക് ലിവറായിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയാണ് അമേരിക്കയും ശ്രമിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള അമേരിക്ക ഈ ചൈനയെക്കുറിച്ച് ഇങ്ങനെ ഈ ഇന്ത്യയെ പറഞ്ഞ് പേടിപ്പിക്കാന്ന് പറഞ്ഞാൽ അത്ര ശരിയായിട്ടില്ലെന്ന് അവിടെയാണ് നമുക്ക് തോന്നുന്നില്ലേ. അപ്പൊ ചൈന പാകിസ്ഥാൻ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മിലിറ്ററി പ്ലാറ്റ്ഫോംസ്, നേവൽ ഷിപ്സ്, അതിനകത്തില് കോമ്പാറ്റ് എയർക്രാഫ്റ്റ്, ഡ്രോൺസ് ഇതെല്ലാം കൊടുക്കുന്നുണ്ട്. എന്നുവെച്ചാൽ അവരെ പാകിസ്ഥാനെ കൂടുതൽ സജ്ജമാക്കുകയാണ്. കാരണം ഇന്ത്യക്കെതിരെ ഇപ്പം ഓപ്പറേഷൻ സിന്ദൂറിൽ നമ്മളത് തെളിയിച്ചു കൊടുത്തു. കാരണം അതുകൊണ്ടൊന്നും വലിയ കാര്യമില്ലെന്നുള്ള കാര്യം. ഈ 2021 മെയ്യില് ചൈന അവർക്ക് 36 ജെറ്റുകളിൽ 20 J-10C മൾട്ടി റോൾ ഫൈറ്റർ ജെറ്റ്സ് കൊടുത്തു കഴിഞ്ഞു. അതുപോലെ തന്നെ ഈ പറഞ്ഞ അൺമാൻഡ് ഏരിയൽ വെഹിക്കിൾസ്, UAV എന്ന് പറയും, UAV ഡ്രോൺസ് പോലുള്ള പിന്നെ സ്ട്രൈക്ക് ലോങ് റേഞ്ച് കപ്പാസിറ്റി സ്ട്രൈക്കുള്ള അവരുടെ ഈ മിലിറ്ററി പ്ലാറ്റ്ഫോംസ് എല്ലാം അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സിസ്റ്റംസ് ആണ് ഇതെല്ലാം.
അപ്പൊ ഇന്ത്യക്കെതിരെ വളരെ കോർഡിനേറ്റഡ് ആയിട്ട് ഓർഗനൈസ്ഡ് ആയിട്ട് ചൈനയും പാകിസ്ഥാനും ഇപ്പോൾ എന്താണ് ഒരു ഇന്റർ ഓപ്പറബിലിറ്റി അവര് ആ ഒരു കണ്ടീഷനിലേക്ക് അവർ മാറിക്കഴിഞ്ഞു. അതായത് ഇന്ത്യയെ പ്രഷർ ചെയ്യാനും ഇന്ത്യയെ സമ്മർദ്ദത്തിലാക്കാനും അതുവഴി തീർച്ചയായിട്ടും ഇന്ത്യ നിശബ്ദമാക്കിക്കൊണ്ട് അവരുടെ തന്ത്രപരമായിട്ടുള്ള താല്പര്യങ്ങളെ ഈ റീജിയനിൽ അവർക്ക് നേടിയെടുക്കാനും അതിപ്പോ ഇപ്പോഴല്ലോ, നേരത്തെ മുതൽ തന്നെ ചൈന പാകിസ്ഥാനെ കോളനി ചൈനയുടെ കോളനി ആയി കഴിഞ്ഞു എല്ലാ രീതിയിലും പാകിസ്ഥാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ ഇന്ത്യക്കെതിരെയുള്ള ഒരു സ്ട്രാറ്റജിക് ലിവർ അല്ലെങ്കിൽ ഇൻസ്ട്രുമെന്റ് ആയിട്ടാണ് പാകിസ്ഥാനെ ചൈന ഉപയോഗിക്കുന്നത് പ്രത്യേകിച്ച് എന്നാണ് ഈ പറഞ്ഞ പെന്റഗന്റെ റിപ്പോർട്ട് അല്ലെങ്കിൽ അവരുടെ ഡിഫൻസ് ഡിപ്പാർട്ട്മെന്റ് റിപ്പോർട്ട് പറയുന്നത്. അതുപോലെ തന്നെ അവരുടെ ന്യൂക്ലിയർ കപ്പാസിറ്റി, ചൈനയുടെ ന്യൂക്ലിയർ കപ്പാസിറ്റിയിലും അവര് വൻതോതിലുള്ള എന്താണ് പറയുന്നത് വർധനവ്, അവരെ എക്സ്പാൻഷൻ അവർ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഏകദേശം 100 ആയുധങ്ങൾ വരെ, അണുവായുധങ്ങൾ വരെ ഒരു വർഷം അവർ സ്റ്റോക്ക് ചെയ്യുന്നുണ്ട്. ഏകദേശം 2024 ഈ ഏകദേശം ഒരു 600 അണുവായുധങ്ങൾ അവർക്ക് ഉണ്ട് എന്നുള്ള ഒരു അസംഷനാണ്. 2030 1000 ന്യൂക്ലിയർ വാർഹെഡ്സ്, അതായത് മിസൈലുകള്, സബ്മറൈൻസ്, ബോമേഴ്സ് എന്ന് വെച്ചാൽ 3 പ്ലാറ്റ്ഫോമിൽ നിന്നും, കടല്, കര, ആകാശമാർഗം, ഈ 3 തലത്തിൽ നിന്നും ഉപയോഗിക്കാൻ തരത്തിലുള്ള ന്യൂക്ലിയർ വാർഹെഡ്സ് 2030 ഒരു 1000 എണ്ണമെങ്കിലും അവർ സ്റ്റോക്ക് പൈൽ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതിലേക്കാണ് ചൈനയുടെ ആ ഒരു ജൈത്രയാത്ര എന്നും ഈ റിപ്പോർട്ടിനകത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ അമേരിക്ക വരെ ഇപ്പോൾ വളരെ ആശങ്കയിലാണ്. കാരണം അമേരിക്കയുടെ മിലിറ്ററി പവറിൽ ചൈനയ്ക്കെതിരെ ഒരു യുദ്ധം ഉണ്ടായിക്കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് തായ്വാന്റെ കാര്യത്തിലൊക്കെ ഒരു യുദ്ധം ഉണ്ടായിക്കഴിഞ്ഞാൽ അമേരിക്കയ്ക്ക് എത്രത്തോളം ചൈനയുടെ മിലിറ്ററി മൈറ്റ് അല്ലെങ്കിൽ അവരുടെ സൈനിക ശക്തിക്ക് പിന്നെ ഒരു പ്രതിരോധം സൃഷ്ടിച്ച് പഴയ പോലെ അവർക്ക് ചൈനയുടെ മുകളിൽ ഒരു ഡോമിനൻസ് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും എന്നുള്ള സംശയം അമേരിക്കയുടെ ഈ പറഞ്ഞ ഉന്നത തലങ്ങളിലും ഉണ്ട് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുക. അപ്പൊ ഇതൊക്കെ മറന്നുകൊണ്ടാണ് അമേരിക്കയും ട്രംപും ഇന്ത്യക്കെതിരെ ഈ പറഞ്ഞ തെറ്റായിട്ടുള്ള സമീപനങ്ങളും അല്ലെങ്കിൽ നടപടികളും ഒക്കെ തന്നെ എടുക്കുന്നത്. കാരണം ഈ അമേരിക്കയ്ക്ക് പോലും ചൈനയെ ഒറ്റയ്ക്ക് നേരിടാൻ പറ്റാത്തൊരു അവസ്ഥയാണ് ഇപ്പോൾ. ചൈനയെ കൗണ്ടർ ചെയ്യാൻ ഏറ്റവും പിന്നെ ഇന്ന് കപ്പാസിറ്റി ഉള്ള ഒരു രാജ്യം ഇന്ത്യ മാത്രമാണ്. അപ്പൊ അങ്ങനെയുള്ള ഇന്ത്യയെ അവര് പാകിസ്ഥാനെ പ്രീണിപ്പിച്ചിട്ട് ഇന്ത്യയെ അകറ്റി നിർത്തുക എന്നുള്ളത് അമേരിക്കയ്ക്കും ട്രംപിനും പറ്റിയ ഏറ്റവും വലിയ മിസ്റ്റേക്കാണ്. അവർ മറിച്ച് ചെയ്യേണ്ടത്, ചൈനയാണ് അവരുടെ പ്രധാന ശത്രുവെങ്കിൽ ചൈനയെ കൗണ്ടർ ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ചൈനയെ കണ്ടെയ്ൻ ചെയ്യാൻ വേണ്ടി ഇന്ത്യയായിട്ട് കൂടുതൽ ബന്ധങ്ങൾ ദൃഢമാക്കുകയും ഇന്ത്യയുടെ ഡിഫൻസിന്റെ കപ്പാസിറ്റി, പ്രത്യേകിച്ച് നേവൽ കപ്പാസിറ്റി, എയർ കപ്പാസിറ്റി ഒക്കെ, എയർഫോഴ്സിന്റെ കപ്പാസിറ്റി ഒക്കെ നമുക്ക് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള വെപ്പൺസ് ഒക്കെ തന്നെ നമ്മളുമായിട്ട് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള റിലേഷൻസ് മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ അവർക്കത് ഇന്ത്യക്കും അമേരിക്കയ്ക്കും അതുപോലെ ക്വാഡ് എന്നുള്ള ഒരു സെക്യൂരിറ്റി സിസ്റ്റം വെച്ചിട്ട് നമുക്ക് ഇൻഡോ പസഫിക്കിൽ തീർച്ചയായിട്ടും ചൈനയെ നേരിടാൻ സാധിക്കും. അത് ഇന്ത്യയിൽ കൂടെ മാത്രമല്ല, ഇന്ത്യയെ കൊണ്ട് മാത്രമേ അത് കഴിയത്തുള്ളൂ എന്നുള്ള കൃത്യമായിട്ടുള്ള തിരിച്ചറിവ് പലർക്കും അമേരിക്കയിൽ മാത്രമല്ല ലോകത്ത് ഇതുപോലുള്ള രാജ്യങ്ങൾക്കെല്ലാം തന്നെ കൃത്യമായിട്ടറിയാം. പക്ഷേ ഇന്ത്യ ഇപ്പോൾ ഈ നേരിടുന്നൊരു പ്രശ്നം ട്രംപിന്റെ ഭാഗത്തു നിന്നുള്ള ഈ പ്രശ്നമാണ്. എന്നുവെച്ചാൽ ട്രംപിന്റെ ചില താല്പര്യങ്ങളെ, വ്യാപാരപരമായിട്ടുള്ള താല്പര്യങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി ഇന്ത്യയായിട്ടുള്ള ബന്ധം വഷളാക്കി എന്നുള്ളതാണ് പൊതുവെയുള്ള ചർച്ചകൾ. അപ്പൊ അത് അമേരിക്കയ്ക്ക് ഗുണം ചെയ്യില്ല. അമേരിക്കയ്ക്ക് തീർച്ചയായിട്ടും ഇന്ത്യയെ ഈ ചൈനയുടെ ക്യാമ്പിലേക്ക് എന്താണ് പറയുന്നത് കൊണ്ടെത്തിക്കുക എന്നുള്ളൊരു നയമാണ് ഇപ്പോൾ അമേരിക്കയുടെ ഭാഗത്തുനിന്ന്. കാരണം അമേരിക്ക ഇന്ത്യക്ക് മേൽ ഇത്രയധികം സമ്മർദ്ദം ചെലുത്തുമ്പോൾ, സാമ്പത്തികമായിട്ടും വ്യാപാരപരമായിട്ടുള്ള സമ്മർദ്ദം ചെലുത്തുമ്പോൾ, അതുപോലെ തന്നെ പാകിസ്ഥാനെ കൂടുതൽ പ്രീണിപ്പിക്കുകയും സന്തോഷിപ്പിക്കുകയും ചെയ്യുമ്പോൾ ഇന്ത്യ ചെയ്യുന്നത് റഷ്യയായിട്ടും ചൈനയായിട്ടൊക്കെ കൂടുതൽ അടുക്കാനുള്ള, റഷ്യയുടെ നമ്മളൊക്കെ ബന്ധം പ്രോപ്പറാണ്. പക്ഷേ ചൈനയായിട്ടൊക്കെ നമ്മളിപ്പോൾ കൂടുതൽ ഈ ഒരു അടുപ്പം കാണിക്കുകയും അല്ലെങ്കിൽ ബന്ധങ്ങൾ കൂടുതൽ അല്പം കൂടെ ഒക്കെ എന്താണ് പറയുക നമ്മൾ ബ്രോഡൻ ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യുന്നത് ഈ അമേരിക്കയുടെ ഭാഗത്തു നിന്നുള്ള ഈ പറഞ്ഞ ചില നയങ്ങളിലുള്ള മാറ്റങ്ങളും അല്ലെങ്കിൽ ആ വ്യത്യാസമൊക്കെ കൊണ്ടാണ്. അത് അമേരിക്ക മനസ്സിലാക്കി കഴിഞ്ഞാൽ നല്ലത്. കാരണം ഇന്ത്യയെ സംബന്ധിച്ച് പ്രത്യേകിച്ച് വലിയ വിഷയങ്ങളൊന്നുമില്ല. കാരണം ഇന്ത്യക്ക് റഷ്യ എന്ന് പറയുന്ന രാജ്യമായിട്ടും ഫ്രാൻസ്, ഇസ്രായേൽ ഇതുപോലുള്ള രാജ്യങ്ങളായിട്ടൊക്കെ നമുക്ക് നല്ല ബന്ധമുള്ളതുകൊണ്ട് നമ്മളെ സംബന്ധിച്ച് ബെറ്റർ ആയിട്ടുള്ള അഡ്വാൻസ്ഡ് വെപ്പൺസും
അല്ലെങ്കിൽ അതുപോലുള്ള ആയുധങ്ങളൊക്കെ നമുക്ക് ഈ രാജ്യങ്ങളിൽ നിന്ന് ലഭിക്കും. ഇപ്പം അമേരിക്ക വേണമെന്ന് നമുക്ക് നല്ല നിർബന്ധമൊന്നുമില്ല. നഷ്ടം അമേരിക്ക തന്നെ ഉണ്ടാകുന്നത്, ഇന്ത്യക്ക് നഷ്ടങ്ങളൊന്നും പ്രത്യേകിച്ച് അതുകൊണ്ടില്ല. അമേരിക്കയായിട്ടുള്ള നമുക്ക് ചില വ്യാപാരപരമായിട്ടുള്ള ചില മാർക്കറ്റുകൾ നമുക്ക് നഷ്ടപ്പെടും, ഇല്ലെന്ന് പറഞ്ഞില്ല. പക്ഷേ അതിനെയൊക്കെ നമുക്ക് പല രാജ്യങ്ങളുമായിട്ടുള്ള ഫ്രീ ട്രേഡ് എഗ്രിമെന്റിൽ കൂടെ അതിനെ ഡൈവേഴ്സിഫൈ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. നമുക്ക് ഒരു ഷോർട്ട് ടൈമിൽ പറ്റില്ലെങ്കിലും മീഡിയം ടു ലോങ് ടൈമിൽ നമുക്ക് അതിനെയൊക്കെ നമുക്ക് കോമ്പൻസേറ്റ് ചെയ്യാൻ സാധിക്കും. പക്ഷേ ഈ ചൈന എന്നുള്ളൊരു ഫാക്ടർ നിലനിൽക്കുന്നുണ്ട്. അത് അമേരിക്കയ്ക്കാണ് ഏറ്റവും വലിയ ദോഷം ചെയ്യുന്നത്. കാരണം ഇന്ത്യ അല്ലാതെ മറ്റൊരു രാജ്യത്തിനെ കൂട്ടുപിടിച്ച് ചൈനയെ ഒതുക്കുവാനോ അല്ലെങ്കിൽ ചൈനയെ നിയന്ത്രിക്കുവാനോ ഇൻഡോ പസഫിക്കിൽ പിന്നെ ചൈനയുടെ വർദ്ധിച്ചു വരുന്ന ഇൻഫ്ലുവൻസ്, അതുപോലെ പവർ പ്രൊജക്ഷനെ എന്താണ് പറയുന്നത്, ഒരു പ്രതിരോധം സൃഷ്ടിക്കാൻ അമേരിക്ക, ജപ്പാൻ, ഓസ്ട്രേലിയ ഈ മൂന്ന് രാജ്യങ്ങൾക്ക് പോലും കഴിയില്ല എന്നുള്ള കാര്യം 100% ഉറപ്പാണ്. അത് അമേരിക്കയ്ക്ക് അറിയാം, ജപ്പാനും അറിയാം, മറ്റുള്ള രാജ്യങ്ങൾക്കെല്ലാം അറിയാം. പക്ഷേ അമേരിക്കയുടെ ഈ പറഞ്ഞ എന്താണ് പറയുന്നത് തെറ്റായ നയങ്ങൾ കാരണമാണ് അതിനകത്തിൽ ഇപ്പോൾ ഒരു മാറ്റം ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഈ അമേരിക്കൻ ഈ പെന്റഗണ്ട് അല്ലെങ്കിൽ ഡിഫൻസ് ഡിപ്പാർട്ട്മെന്റ് റിപ്പോർട്ട് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഈ കാര്യങ്ങളൊക്കെ തന്നെ ഇന്ത്യക്ക് നല്ല കൃത്യമായിട്ട് അറിവുള്ളതാണ്. അപ്പോൾ ഇന്ത്യ അതിനെല്ലാം വളരെ എന്താണ് പറയുന്നത്, വളരെ കോഷ്യസ് ആയിട്ട് ഇന്ത്യൻ ആം, ഭരണ സംവിധാനങ്ങൾ, ഭരണകൂടം അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യൻ സ്റ്റേറ്റ് അതിനെ വളരെ കോഷ്യസ് ആയിട്ട് തന്നെയാണ് അതിനെ അപ്രോച്ച് ചെയ്യുന്നതും. വേണ്ട നടപടിക്രമങ്ങൾ നമ്മൾ തീർച്ചയായിട്ടും നമ്മുടെ ഡിപ്ലോമാറ്റിക് ചാനൽസിൽ കൂടെ അല്ലെങ്കിൽ നമ്മൾ നമുക്ക് നമ്മുടെ എന്താണ് പറയുന്നത് മറ്റ് റിസോഴ്സുകളൊക്കെ തന്നെ ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ പറഞ്ഞൊരു ഗെയിം, ഈ ഇതിനെ നമുക്ക് തീർച്ചയായിട്ടും നാവിഗേറ്റ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതല്ല ഇന്ത്യ പിന്നെ നമ്മളുടെ ഈ എയർഫോഴ്സും നേവിയാണ് നമുക്ക്, ആർമി ഓക്കെയാണ്. പക്ഷേ എയർഫോഴ്സും നേവിയിലും നമുക്ക് വളരെയധികം എന്താണ് പറയുന്നത് ഈ നമ്മുടെ കപ്പാസിറ്റി വർദ്ധിപ്പിക്കേണ്ടതായിട്ടുണ്ട്. പ്രത്യേകിച്ച് എയർഫോഴ്സ് ഒക്കെ നമ്മൾ വളരെ നമുക്ക് ആവശ്യമായിട്ടുള്ള സ്ക്വാഡ്രണിലൊക്കെ ഒത്തിരി പുറകിലാണ്. നേവൽ കപ്പാസിറ്റി നമുക്ക് വളരെയധികം ശക്തമായിട്ട് നമുക്ക് വർദ്ധിപ്പിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഈ രണ്ട് കാര്യങ്ങളും ചൈനയെ നമുക്ക് നേരിടണമെങ്കിൽ വളരെ അത്യാവശ്യമാണ്. ഇപ്പം ഇൻഡോ പസഫിക്കിൽ നമ്മുടെ നേവൽ പവറാണ് നമുക്ക് അത്യാവശ്യം. അപ്പം നേവൽ കപ്പാസിറ്റി നമുക്ക് കൂടുതൽ ഇൻക്രീസ് ചെയ്യുക അല്ലെങ്കിൽ വർദ്ധിപ്പിക്കുക എന്നുള്ളത് ഇന്ത്യയുടെ ഒരു എന്താണ് പറയുന്നത് ഏറ്റവും വളരെ അത്യാവശ്യമായിട്ടുള്ള, അതൊരു വാർ ഫൂട്ടിങ്ങിൽ തന്നെ യുദ്ധകാലാടിസ്ഥാനത്തിൽ നമുക്കത് ചെയ്യേണ്ടതാണ്. പക്ഷേ ഗവൺമെൻറ് അതിൻ്റെ കപ്പാസിറ്റി ലിമിറ്റേഷൻ്റെ ഉള്ളിലൊക്കെ നിന്നുണ്ട് പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. കാരണം നമ്മുടെ നേവിയുടെ കപ്പാസിറ്റി, നേവൽ ഷിപ്പുകൾ, അതുപോലെ തന്നെ സബ്മറൈൻസ്, ഇതൊക്കെ തന്നെ നമ്മൾ ആഡ് ഓൺ ചെയ്യുന്നുണ്ടില്ലെന്ന് പറയുന്നില്ല. പക്ഷേ എയർഫോഴ്സിൻ്റെ കാര്യം നമുക്കറിയാം, എപ്പോഴും നമുക്ക് ഫിഫ്ത്ത് ജനറേഷൻ എയർക്രാഫ്റ്റിൻ്റെ കാര്യത്തിലൊന്നും ഒരു ഡിസിഷനൊന്നും ആയിട്ടില്ല. പാകിസ്ഥാൻ ഓൾറെഡി അത് പിന്നെ ചൈനയിൽ നിന്ന് ലഭിക്കത്തക്ക ഒരു സാധ്യതകളൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ ലഭിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇന്ത്യക്കാളിൽ ഇപ്പോൾ എയർഫോഴ്സിന് ഒരു എയർ സുപ്പീരിയോറിറ്റി അല്ലെങ്കിൽ എന്താണ് പറയുന്നത് ആ ഒരു എയർ ഫൈറ്റിൽ ഒരുപക്ഷെ നേരിയ എഡ്ജ് പാകിസ്ഥാനായിരിക്കും ഉള്ളത് ഈ ഒരു ഫിഫ്ത്ത് ജനറേഷൻ എയർക്രാഫ്റ്റ് അവർക്ക് ചൈനയിൽ നിന്നും ലഭിക്കുന്നതോടുകൂടി എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുക. ഇവിടെ ഇതിലെ നമുക്ക് തീരുമാനമായില്ല. നമ്മൾ സുഖോയ് 57 മേടിക്കണോ, F-35 മേടിക്കണോ, അതല്ല നമ്മൾ സ്വന്തമായിട്ട് വികസിപ്പിച്ചെടുക്കുന്ന സമയം വരെ നമുക്ക് വെയിറ്റ് ചെയ്യണമെന്നൊക്കെയുള്ള അതിലൊന്നും കൃത്യമായിട്ടുള്ളൊരു തീരുമാനം ഇതുവരെ നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായതായിട്ട് നമുക്കറിയില്ല. അപ്പോൾ നമ്മുടെ എയർഫോഴ്സിനെയൊക്കെ നമുക്കിപ്പോൾ ആക്ച്വലി നമുക്കൊരു 42 സ്ക്വാഡ്രൻസിൻ്റെ അത്യാവശ്യമുണ്ട് ഇന്ത്യക്ക്. 42.2 5 അങ്ങനെയാണ് പറയുന്നത്. പക്ഷേ ഇപ്പോഴും നമ്മൾ ഏതാണ്ട് 29-30 സ്ക്വാഡ്രൺ മാത്രമേ ഉള്ളൂ കഷ്ടിച്ച് നമുക്ക് തുടങ്ങുന്നത്. അതിനല്ല പല ഫൈറ്റർ എയർക്രാഫ്റ്റുകളും ഏജ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും നമുക്ക് വളരെ ഇമ്മീഡിയറ്റ് ആയിട്ട് നമുക്ക് ഈ പറഞ്ഞ 1-2 സ്ക്വാഡ്രൻസ് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ എയർഫോഴ്സിന് അത്യാവശ്യമായിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ സ്റ്റെൽത്ത് എയർക്രാഫ്റ്റിൻ്റെ കാര്യത്തിൽ നമ്മളെ അഡ്വാൻസ്ഡ് മൾട്ടി റോൾ എന്താണ് ആ ഒരു കോമ്പാറ്റ് എയർക്രാഫ്റ്റ് ഒക്കെ നമ്മൾ സ്വയം നിർമ്മിക്കാൻ പദ്ധതി ഇടുന്നുണ്ടെങ്കിലും അതൊക്കെ നിർമ്മിച്ച് വരുമ്പോഴത്തേക്ക് കുറേ സമയമാകും എന്നുള്ള കാര്യം നമുക്കറിയാം. എന്തായാലും 10-15 വർഷമെങ്കിലും അതിനുവേണ്ടി നമുക്ക് സ്പെൻഡ് ചെയ്യേണ്ടി വരും, എത്ര നമ്മൾ ഫാസ്റ്റായിട്ട് നമ്മൾ ശ്രമിച്ചാൽ. അപ്പോൾ ആ ഒരു ടൈം ഗ്യാപ്പിനെ ഫില്ല് ചെയ്യാൻ വേണ്ടി നമുക്ക് വെളിയിൽ നിന്ന് റഷ്യയിൽ നിന്നോ അല്ലെങ്കിൽ റഫേലോ അല്ലെങ്കിൽ ഈ പറഞ്ഞ അമേരിക്കയുടെ F-35 അങ്ങനെയുള്ള പ്ലാറ്റ്ഫോംസ് ഒക്കെ നമുക്ക് മേടിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ നമ്മുടെ മുമ്പിലുള്ള ചില ഓൾട്ടർനേറ്റീവ്സ് ആണ്. അപ്പോൾ ചൈന നമുക്കൊരു ത്രെട്ടാണ്. ചൈന ത്രെട്ടായതുകൊണ്ട് നമുക്ക് തീർച്ചയായിട്ടും ചൈന വളരെ അഗാധമായി പാകിസ്ഥാനെയും എന്താ പറയുക അകമഴിഞ്ഞ് പാകിസ്ഥാനെയും ബംഗ്ലാദേശിനെയൊക്കെ സപ്പോർട്ട് ചെയ്ത് അവരുടെ ഈ മിലിറ്ററി കപ്പാസിറ്റി ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. അത് ഇന്ത്യയെ സംബന്ധിച്ച് വളരെ ആശങ്കയുള്ളൊരു കാര്യമാണ്. അത് ഇന്ത്യ വളരെ കൃത്യമായിട്ട് അതിനെ നേരിടുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാനുള്ളത്. ഇതാണ് നമുക്ക് ഈ ടോപ്പിക്കിനെ കുറിച്ച് പറയാനുള്ളത്. ചൈനയുടെ അരുണാചൽ ക്ലെയിം
അതുപോലെ തന്നെ പാകിസ്ഥാനുള്ള ആഴത്തിലുള്ള ബന്ധം ഇന്ത്യയെ സംബന്ധിച്ച് വളരെ ആശങ്ക ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. തീർച്ചയായിട്ടും ഈ 2047 ചൈന പറഞ്ഞിരിക്കുന്നത്. 2047 കൂടി ഈ പറഞ്ഞ പ്രദേശങ്ങളൊക്കെ തന്നെ തായ്വാൻ, അരുണാചൽ പ്രദേശ്, പിന്നെ സൗത്ത് ചൈന സീൽ അവരുടെ ഡിസ്പ്യൂട്ടഡ് ആയിട്ടുള്ള ടെറിട്ടറീസ് എല്ലാം അവരുടെ ഭാഗമാക്കും. അതിന് തീർച്ചയായിട്ടും മിലിറ്ററി പിന്നെ കോൺഫ്ലിക്റ്റ് അല്ലെങ്കിൽ ഒരു യുദ്ധം തന്നെ അവർക്ക് ഈ പറഞ്ഞ രാജ്യങ്ങളോട്ടൊക്കെ വേണ്ടി വരും എന്നുള്ള യാതൊരു സംശയമില്ല. അപ്പൊ അതിലേക്ക് ആണ് ചൈനയുടെ യാത്ര. അപ്പൊ ഇന്ത്യ എത്രത്തോളം അതിന് സജ്ജമാണ്, അല്ലെങ്കിൽ ഇന്ത്യക്ക് എങ്ങനെ ചൈനയുടെ ഈ പറഞ്ഞൊരു അരുണാചലിന്റെ മുകളിലുള്ള ക്ലെയിം അത് യുദ്ധമായിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെടുമ്പോൾ ഇന്ത്യക്ക് അതിനെ എങ്ങനെ നേരിടാൻ സാധിക്കുമെന്നുള്ളത് നമ്മളുടെ സൈന്യത്തിന്റെയും അല്ലെങ്കിൽ നമ്മളുടെ സേനയുടെ ഒക്കെ തന്നെ കപ്പാസിറ്റി നമ്മൾ വികസിപ്പിക്കുകയും വർദ്ധിപ്പിക്കുകയും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള വെപ്പൺ സിസ്റ്റംസ് ഒക്കെ നമ്മൾ ഏം, സ്വന്തമാക്കുക, അല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ രാജ്യങ്ങളിൽ നിന്നൊക്കെ നമ്മൾ ലഭ്യമാക്കുക എന്നുള്ളതാണ് നമുക്ക് തീർച്ചയായിട്ടും ചെയ്യാനുള്ളത്. നമുക്ക് കണ്ണും പൂട്ടി നമുക്ക് ചൈനയെ വിശ്വസിക്കാൻ പറ്റത്തില്ല. കാരണം ചൈന നമ്മളുടെ താല്പര്യങ്ങൾക്ക് പൂർണ്ണമായിട്ടും എതിരാണ് എന്നുള്ളതിൻ്റെ ഏറ്റവും പ്രകടമായിട്ടുള്ള പിന്നെ ഉദാഹരണമാണ് അവർക്ക് ചൈനയുമായിട്ട് ഉള്ള പാകിസ്ഥാനായിട്ടുള്ള അവരുടെ വർദ്ധിച്ചു വരുന്ന, അല്ലെങ്കിൽ ഓൾറെഡി അവർക്ക് ഉള്ള ഒരു ഡീപ്പനിങ് റിലേഷൻ, വളരെ ആഴത്തിലുള്ള റിലേഷൻ. അപ്പോൾ അത് ഇന്ത്യക്കെതിരെയുള്ള സ്ട്രാറ്റജിക് ലിവറായിട്ട് ഉപയോഗിക്കാൻ വേണ്ടി മാത്രമാണ്. പാകിസ്ഥാന് കിട്ടുന്ന ആ ഉത്സാഹവും അല്ലെങ്കിൽ എൻകറേജ്മെന്റും അതുകൊണ്ടാണ്. കാരണം അവരുടെ പക്കൽ ചൈനയുണ്ട് എന്നുള്ള ഒരു അഹങ്കാരത്തിൻ്റെയും കൂടെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യക്കെതിരെ ഏത് രീതിയിലും പ്രൊവോക്കേഷനുമായിട്ട് പാകിസ്ഥാൻ എപ്പോഴും നിലനിൽക്കുന്നത്. അപ്പോൾ ഇത്രയും പറഞ്ഞ ഈ ടോപ്പിക്കുകൾ അവസാനിപ്പിക്കാം. മറ്റൊരു ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ എല്ലാവർക്കും നന്ദി, നമസ്കാരം.